അതുപോലെ ഈ കണ്ണിക്കട കടലിൽ പോയി മീൻ പിടിക്കണവരൊക്കെ കൊണ്ടുവന്ന് എന്റെ ഉമ്മയുടെയും മാപ്പയുടെ ഒക്കെ ഞാൻ നോമ്പ് ഉറപ്പിക്കണം. കണ്ണി കണ്ടുവരാ, അവൻ എന്റെ കൂടപ്പിറപ്പാ, എന്റെ കൂടപ്പിറപ്പ്. ഷൈന, ഓ എല്ലാം സെറ്റായ? മുറിച്ചോണ്ടിരിക്കണം. എന്താ മോളെ ഇതൊക്കെ തുറന്നു വെച്ചേക്കുന്നു? എനിക്കാകെ 2 കയ്യല്ലേ ഉള്ളു. നിങ്ങൾക്കത് മൂടി വെച്ചൂടെ? അല്ല, നിങ്ങൾ കുഴിമന്തി ഓർഡർ ചെയ്താ? ആ, കുഴിമന്തി ഓർഡർ ചെയ്തു. ബാങ്ക് കൊടുക്കാണ്ട് കഴിക്കല്ലേട്ടാ. പിന്നെ ഞാനൊരു ഹാഫും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടാ. ആർക്ക്? അതിന് ജീവൻ മോനും വന്നിട്ടുണ്ട്. നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ നജീബിനെ മോനെ വിളിച്ചാര്? അതാ കൊച്ചവിടെ കിടന്ന് വെള്ളം കൊടുത്തിട്ട് അവൻ കൊണ്ടുവന്നാണ് മൂത്താപ്പാടെ വീട്ടിൽ നോമ്പ് തുറക്കണമെന്നും പറഞ്ഞു. എന്നും പറഞ്ഞ് ഞാനിവിടെ നിന്ന് എന്റെ വീട്ടുകാരെയാണ് വിളിച്ചു വരുത്തിയേക്കണത്. ഉപ്പയും ഉമ്മ അനിയത്തിക്കും വേണ്ടിയാണ് ഞാനിവിടെ നോമ്പ് തുറക്കാൻ തീരുമാനിച്ചത്. അല്ലാതെ നിങ്ങളുടെ അനിയനും മോനും വിളമ്പാനൊന്നുമല്ല. മോളെ എല്ലാവരും നോമ്പ് തുറക്കണേക്ക് അവര് 2 ആളല്ലേ ഉള്ളൂ. എനിക്ക് പറ്റില്ലേക്കാ, അവർക്ക് വെച്ച് വിളമ്പാൻ എനിക്ക് പറ്റില്ല. അതുപോലെ ഈ കണ്ണിക്കട കടലിൽ പോയി മീൻ പിടിക്കണവരൊക്കെ കൊണ്ടുവന്ന് എന്റെ ഉമ്മയുടെയും മാപ്പയുടെ ഒക്കെ ഞാൻ നോമ്പ് ഉറപ്പിക്കണം. കണ്ണി കണ്ടുവരാ, അവൻ എന്റെ കൂടപ്പിറപ്പാ, എന്റെ കൂടപ്പിറപ്പ്. ഇക്ക എന്നോട് ഒരു വാക്ക് പറഞ്ഞു അവരെ വിളിക്കുന്നതിന് മുമ്പ്. അല്ല, ഇനി പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ സമ്മതിക്കില്ല. അയ്യപ്പറവൻ കേൾക്കും. കേട്ടോട്ടെ, എനിക്ക് കുഴപ്പമില്ല. എന്നോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ അവരെ വിളിച്ചു വരുത്തിയത് അല്ലല്ലോ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അനിയനും മോനെയും കൂട്ടിയിട്ട് നിങ്ങൾ നോമ്പ് തുറക്ക്. ഞാൻ എന്റെ വീട്ടുകാരെ കൂട്ടി കൊടുക്കുന്നവർ എവിടെയെങ്കിലും പോയിട്ട് ഫുഡ് കഴിച്ച് ഞങ്ങൾ നോമ്പ് തുറന്നോളാം. കാര്യം ചെയ്തു വെച്ചേക്കണേ. കൊച്ചാപ്പ പോട്ടേട്ടാ. കൊച്ചാപ്പ പിന്നെ ഒരു ദിവസം വരാം. പിന്നെ ഒരു ദിവസം വരാം. മോളും ബാപ്പിച്ചും കൂടി ഒരു ദിവസം കൊച്ചാപ്പാറ വീട്ടിലേക്ക് പോട്ടാ. നമുക്ക് അവിടെ നോക്കാം. ചപ്പോട്ടേട്ടാ. എടാ, നീ എവിടെ പോണു? ഞാൻ പോട്ടേക്കാ. നീ ഇങ്ങോട്ട് കയറി നോമ്പ് തുറന്നിട്ട് പോവാ. വേണ്ടേക്കാ, ഷായിനെ പറയണൊക്കെ ഞാൻ കേട്ട്. എടാ, അവൾ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞെന്ന് വിചാരിച്ച് നീ നോമ്പ് തുറക്കാതെ പോവാ? നീ ആ മോനെയും കൊണ്ട് അകത്തേക്ക് വന്നേ. ഇല്ലേക്കാ, മോൻ പറഞ്ഞപ്പോ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഈ കടപ്പൊന്ന് നോമ്പ് തുറക്കണം. അതുകൊണ്ടാണ് ഞാൻ മോനെയും കൂടി പോകുന്നത്. നമ്മൾ രണ്ടുപേരും ജ്യേഷ്ഠനാണ്, രക്തങ്ങളാണ്. നമ്മൾ മാറൂല. പക്ഷെ വന്ന പെണ്ണുങ്ങൾ അങ്ങനല്ലേ. നമ്മുടെ വാപ്പ മരിച്ച വിഷമം ഞാൻ ഈ സെക്കൻഡ് വരെ അറിഞ്ഞിട്ടില്ല. അതിന് കാരണം എന്താണെന്ന് അറിയിക്ക, എന്റെയൊക്കെ ജീവിച്ചിരിക്കണുണ്ട്. കനിട്ട് നോമ്പ് തുറക്കണമെന്നുള്ളത് മോൻ്റെ മാത്രമല്ല, എൻ്റെ കൂടി ഒരു ആഗ്രഹമാണ്. അതുകൊണ്ടാണ് മോൻ കിടന്ന് കരഞ്ഞപ്പോൾ ഞാൻ ഇക്കൊക്കെ ഫോൺ ചെയ്തു. ഇക്ക മോളെയും കൂട്ടി ഒരു ദിവസം വീട്ടിൽ പോയി നമുക്ക് അവിടെ ഒരുമിച്ച് നോമ്പ് തുറക്കാം.